You're listening to Star Jam on Club FM 94.3. ക്ലബ് എഫ്എമ്മിൽ ഇത് സ്റ്റാർ ജാം. കൂടെയുള്ളത് രേണു. എന്റെ കൂടെ ഒരു താര കുടുംബത്തിൽ നിന്ന് വന്ന ഒരു താരം തന്നെയാണ്. ഞാൻ അങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചോ. കൂടെയുള്ളത് ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ, ആദ്യം ഒരു സിറ്റുവേഷൻ തരാണ്. പോലീസ് സ്റ്റേഷനിൽ പിടിച്ചേക്കാണ്, വെള്ളമടിച്ച് ആകെ ആലമ്പായിട്ട് കൊണ്ട് നിർത്തിയേക്കുവാണ്. സോ ധ്യാൻ ശ്രീനിവാസൻ അവിടുന്ന് ഞാൻ ധ്യാൻ ശ്രീനിവാസനാണ് എന്നും പറഞ്ഞ് രക്ഷപ്പെടുന്ന രംഗമാണ് അഭിനയിച്ച് കാണിക്കേണ്ടത്. അതിനകത്ത് അഭിനയിച്ച് കാണിക്കാനൊന്നുമില്ല. ഞാൻ എന്റെ ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഗൂഗിളിൽ എടുത്തിട്ട് ധ്യാൻ ശ്രീനിവാസൻ അടിച്ചു നോക്കി കഴിഞ്ഞാൽ വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ കാണിച്ചു കൊടുക്കും. അയ്യോ, എന്നൊരു വിടുക്കരായി പോയി. പറയണം, പോലീസുകാരനെ പറഞ്ഞു ബോധിപ്പിക്കണം. അവൻ ഇതൊന്നും കണ്ടാ വിശ്വസിക്കില്ല. നമുക്ക് അത്രയും റിസോഴ്സസും ടെക്നോളജിയൊക്കെ ഇത്ര ഇത് കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ യൂസ് ചെയ്തൂടെ? ഇല്ലില്ല, ഇത് നമ്മുടെ ഒരു കുഗ്രാമത്തിലുള്ള പട്ടിക്കാട്ടിലെ നെറ്റില്ല. അത് എന്നോട് ആദ്യം പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞു. നെറ്റില്ല. കുഗ്രാമത്തിലാണ്. ഏതാ സ്ഥലം എന്ന് കൂടെ പറ. ഫോണും പിടിച്ചു മേടിച്ചു, തോർക്കാനും പറ്റത്തില്ല, ഓഫ് ആയി പോയി. ഒന്നുമില്ല, അവിടെ ചാർജറും ഇല്ല. അപ്പൊ ഞാൻ അവരടുത്ത് പറയുകയാണ് ഞാൻ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നു. ആകെ അവർക്ക് അറിയാൻ പറ്റുന്നത് ശ്രീനിവാസനെയും വിനീത് ശ്രീനിവാസനെയൊക്കെയാണ്. ഓക്കെ, ധ്യാൻ ശ്രീനിവാസൻ അവർ കേട്ടിട്ടില്ല. ഇല്ല. അവിടെ നെറ്റും ഇല്ല, റേഞ്ചും ഇല്ല. ഇത് എത്ര അവിടെ പറഞ്ഞു ഇതൊന്നും ഇല്ലെന്ന്. അങ്ങനെ ഒരു കുഗ്രാമത്തിൽ ഞാൻ പോണ്ട കാര്യം കൂടെ പറ. പെട്ടു. എന്തിനു പോയി ഞാൻ? ഇത് ചോദ്യകർത്താവ് ഞാനാണ്. ചോദ്യകർത്താവിന് ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ കേരളത്തിലുണ്ടോ? ഉണ്ടോ? എവിടെയാണ് അങ്ങനെ ഒരു സ്ഥലത്ത്? സ്ഥലത്തിന്റെ പേര് മാത്രം പറയാൻ ഞാൻ ഇതിന് ഉത്തരം പറയാം. കേരളത്തിൽ നെറ്റും ഫോണും ഇല്ലാത്ത ഒരു പോലീസ് സ്റ്റേഷന്റെ പേര് പറ, ഞാൻ ഉത്തരം. ഫോൺ അവിടെയുണ്ട്. ഫോണുണ്ടോ? അപ്പൊ ഞാൻ അവരടുത്ത് പറയും ഫോൺ വിളിച്ച് ചോദിച്ചു നോക്കൂ. ഇങ്ങനെ അവര് വിശ്വസിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞു? ഇല്ല, വിശ്വസിക്കുന്നില്ല. ഫോൺ വിളിച്ച് ചോദിച്ചു നോക്കാൻ പറയും. ഓ ശരി. അടുത്തുള്ള ആരടുത്താന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങനെ ഒരു മകനുണ്ടോ എന്ന് ആദ്യം ചോദിക്കാൻ പറയും. ആരോട്? അവർക്കറിയാവുന്ന ഒരാളടുത്ത് ചോദിക്കും. പിന്നെ ഒബ്വിയസ്ലി എന്റെ കയ്യിൽ എന്റെ വാളറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുണ്ടാവും. അങ്ങനെ സ്ഥലത്ത് ഞാൻ പോവുകയാണെങ്കിൽ എന്റെ ID പ്രൂഫ് ഉണ്ടാവും. ഞാൻ എന്റെ സൺ ഓഫ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ഈ കാര്യം ഡീറ്റെയിൽസ് ചോദിച്ചാൽ തന്നെ എല്ലാവർക്കും അറിയാലോ. ഇതാണോ സിറ്റുവേഷൻ? അതെ, ഇതായിരുന്നു സിറ്റുവേഷൻ. ഇനിയിപ്പോ ആ സിറ്റുവേഷൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അലമ്പ സിറ്റുവേഷൻ ആയി പോയി എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു റെസൊല്യൂഷൻ ന്യൂ ഇയറിൽ എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ഏതാ റെസൊല്യൂഷൻ എന്ന് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. ധ്യാൻ ശ്രീനിവാസന് ഉപദേശങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛന്റെ വക ഉപദേശം എന്തായിരുന്നു? അച്ഛനായിരിക്കും എനിക്ക് ഏറ്റവും കുറവ് ഉപദേശിച്ചിട്ടുണ്ടാവുക. അമ്മയാണ് ഈ പറഞ്ഞ പോലെ കൂടുതലും ഈ ഉപദേശവും കാര്യങ്ങളും. പൊതുവെ ഉപദേശമൊക്കെ ഭക്ഷണ കാര്യത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നുവെച്ചാൽ ഞങ്ങള് ഭയങ്കര മോശം ഫുഡ് റൊട്ടീനുള്ള രാവിലെ എഴുന്നേക്കുന്നതും കാര്യങ്ങളും, വൈകി എഴുന്നേക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണ രീതികളൊക്കെ ഭയങ്കര തീരെ പ്രോപ്പർ അല്ലാത്ത രീതിയിലായിരുന്നു പണ്ട് മുതലേ. ഇപ്പോഴും അതെ. അപ്പോൾ അമ്മ അന്നും ഇന്നും പറഞ്ഞ പോലെ ആരോഗ്യം അല്ലെങ്കിൽ ഭക്ഷണം എന്നല്ലാതെ, അച്ഛനായിക്കോട്ടെ ഏറ്റവും കൂടുതൽ വീട്ടിലെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യവും. കാരണം അതില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളൊരു സംഭവം അന്നും ഇന്നും ചെറുപ്പം മുതലേ ഇന്നേ ദിവസം വരെ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കിട്ടിയ ഉപദേശം എന്തായിരിക്കും? വലിക്കല്ലേ, കുടിക്കല്ലേ, അതൊക്കെ എല്ലാ അമ്മമാരും ഉപദേശിക്കുന്ന പോലെ. അങ്ങനെയൊക്കെ പറയാനൊരു അവസരം ധ്യാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കണ്ടല്ലോ. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അമ്മമാര് പറയും. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഞാനത് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അമ്മ വിചാരിക്കുന്നതുകൊണ്ടോ. പക്ഷെ ഏതൊരു അമ്മയും ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രായമൊക്കെ ആകുമ്പോ, കാരണം അവര് പേപ്പറിലും ടിവിയിലും ഇതൊക്കെ പറ്റിയും കൂടുതലായിട്ടൊക്കെ അവര് നമ്മളെ അടുത്ത് നാച്ചുറലി വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും ചെയ്യല്ലേ, മോശമല്ലേ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ പറയും ഞാൻ ചെയ്യാറില്ലല്ലോ അമ്മ, എന്തിനാ പിന്നെ ടെൻഷൻ അടിക്കും. അപ്പൊ അമ്മ പറയും ഓക്കെ എന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ. എങ്ങനെ താമസിക്കായിരുന്നു. സോ സ്വീറ്റ്. ശരി, ഇനി ചേട്ടനെ കുറിച്ചും അനിയനെ കുറിച്ചും പറഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലാണ്. വിനീത് ശ്രീനിവാസൻ ഒരു വശം, ധ്യാൻ ശ്രീനിവാസൻ ഒരു വശം. രണ്ടുപേരും തമ്മിൽ യാതൊരു പൊരുത്തങ്ങളും ഇല്ലാത്ത പോലെ, അതായത് സ്വഭാവങ്ങളിൽ പൊരുത്തങ്ങൾ വളരെ കുറവാണെന്ന് പറയും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചേട്ടൻ ഉണ്ടായി പറഞ്ഞിട്ടുണ്ടോ പലരും? ശരി, ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ കുറെ കാര്യത്തിൽ പൊരുത്തങ്ങൾ മാത്രമേ ഉള്ളൂ. അതേതാണ് ആ കാര്യം? ഇപ്പൊ സിനിമയുടെ കാര്യത്തിൽ, ഞങ്ങൾ പാട്ടിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, ഞങ്ങൾ ഡ്രസ്സിന്റെ കാര്യത്തിൽ, അങ്ങനെ ചിന്തിക്കുന്ന പല കാര്യങ്ങളിലും ആ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സംസാരിക്കുന്ന എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതി ഉണ്ടാവും, എല്ലാവരും അവരുടേതായിട്ടുള്ള ബിഹേവ് ചെയ്യുന്ന രീതി ഉണ്ടാവും. അതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. സോഫ്റ്റ് സ്പോക്കൺ ആണ്, ഭയങ്കര ഡിപ്ലോമാറ്റ് ആണ്. ധ്യാൻ എങ്ങനെയാണ്? ഞാൻ അങ്ങനെയല്ല. അച്ഛനെ പോലെയാണ് ഏട്ടൻ കാണാൻ എന്ന് പറയുന്നു. അച്ഛനെ പോലെ ഒരിക്കലും അല്ല ഏട്ടൻ സംസാരിക്കുന്നത്, അല്ലെ? പക്ഷെ അച്ഛനെ പോലെയാണ് ഏട്ടൻ കാണാൻ, പക്ഷെ അമ്മയെ പോലെയാണ് സംസാരിക്കുന്നത്. എന്തെങ്കിലും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ അമ്മ നിനക്ക് അവനെ കണ്ട് പഠിച്ചുകൂടെ, നിന്റെ ചേട്ടനെ കണ്ടെന്ന്? അത് പറയുമല്ലോ, കേൾക്കാറുണ്ട് സ്ഥിരം. പിന്നെ അത് ഈ പറഞ്ഞ പോലെ ചേട്ടനോട് പറയേണ്ടി വന്നിട്ടുണ്ടാവില്ല അമ്മയ്ക്ക്. ഞാൻ ചേട്ടനെ കാണുന്നത് ഒരു എക്സാമ്പിളിലേക്ക് ഒരു ഫിഗർ ആയിട്ട് തന്നെയാണ്. ഏട്ടനെ കണ്ടുപഠിക്കാം ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ട് ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ പറ്റാറില്ല. അയ്യോ, പറ്റാത്തോണ്ടാണ് പാവത്തിന്. ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് നടുവിൽ ബെയർ ചെസ്റ്റഡ് ആയിട്ട് ധ്യാൻ ശ്രീനിവാസൻ നിൽക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. നെഞ്ചു വിരിച്ച് നിൽക്കും.
ഞാൻ പറയാൻ പോകുന്ന ചില ആളുകളുണ്ട്. ഇവരൊക്കെ ധ്യാൻ ചെറുപ്പം തൊട്ട് കാണുന്ന ആളുകളായിരിക്കണം. ബിക്കോസ് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തവരാണ്, അച്ഛൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരുടെ ഒറ്റ പ്രത്യേകത, ഒരു ഫീച്ചർ എൻ്റെ അടുത്ത് പറയണം. മോഹൻലാൽ. അവരെ പറ്റിയൊക്കെ നമ്മൾ അഭിപ്രായം പറയാൻ പാടുള്ളൂ. പിന്നെ പറയാം. മോശമല്ലേ? അല്ല. ബ്ലസ്ഡ് ലാലങ്കിൾ ഈസ് ബ്ലസ്ഡ്. മമ്മൂട്ടി ഹ്യൂമൻ ആണ്. ശ്രീനിവാസൻ ഭയങ്കര ജീനിയസ് ആണ്. ശോഭന ഭയങ്കര ലാർജർ ദാൻ ലൈഫ് ആണ്. ഭയങ്കര നമ്മൾ കൂടെ അഭിനയിക്കുകയും കൂടെ ചെയ്തോണ്ട് യു നോ ഇറ്റ് ബെറ്റർ. ശരി, പിക്ക് വൺ. ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ. Why? എനിക്ക് സ്റ്റാർസിനെയാണ് ഇഷ്ടം ആക്ടേഴ്സിനേക്കാൾ. അടിക്കപ്പിയാരെ കൂട്ടുപണി, കുഞ്ഞിരാമായണം. പേഴ്സണലി എനിക്ക് കുഞ്ഞിരാമായണം ഇഷ്ടം. ക്യാരക്ടറും ഞങ്ങളുടെ ആൾക്കാരും നമ്മുടെ സിനിമ എന്ന രീതിയിൽ എനിക്ക് അടികപ്പേര്. ഇത്രയും ഡിപ്ലോമാറ്റിക് അവൻ ആരാണോ പഠിപ്പിച്ചു കൊടുത്തേ. ബൈക്ക്, കാർ. ബൈക്ക്. എന്റെ ജനറേഷൻ, അച്ഛന്റെ ജനറേഷൻ. എന്റെ ജനറേഷൻ. അതെന്നെ അങ്ങനെ? അല്ല, ഞാൻ എന്റെ ജനറേഷനിലല്ലേ, അപ്പൊ ഞങ്ങൾ മോശം പറയാൻ പാടുണ്ടോ? ഇനി ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യണം. ധ്യാൻ ശ്രീനിവാസനെ തന്നെ റേറ്റ് ചെയ്യണം. ആസ് എ സൺ 3. ധ്യാൻ ശ്രീനിവാസൻ ആസ് എ സ്റ്റുഡന്റ് 10ാം ക്ലാസ് വരെ 8, 9 ഒക്കെ കൊടുക്കായിരുന്നു. അതിനുശേഷം 5, 4. ധ്യാൻ ശ്രീനിവാസൻ ആസ് എ ബ്രദർ. ഒരു 7. ആസ് എ ഫ്രണ്ട് 8. കൂടിയ സ്കോർ ആണല്ലോ. ആസ് ആൻ ആക്ടർ ഒരു 5. ഇങ്ങനെ വിനീതൻ. ഞാൻ ഓരോ പോയിന്റ്സ് ഓരോ വർഷം കൂടുമ്പോൾ കൂട്ടി കൊടുക്കും എനിക്ക്. ഓ അങ്ങനെ. അടുത്ത വർഷം വിളിക്കുമ്പോഴാണ് 6 പോയിന്റാണ് വരാൻ പോകുന്നത്. ക്ലബ് ഫെമിലെ സ്റ്റാർ ജാമിൽ AK-47 നിന്ന് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. നമുക്ക് അതുപോലെ ഒരു ഫാസ്റ്റ് പാട്ട് വെച്ചാലോ? യെസ്. ഏതായിരിക്കണം ആ പാട്ട്? മാരിയിലുള്ള ഒരു തറ ലോക്കൽ എന്ന് പറഞ്ഞൊരു മാരി പാട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അത് മതിയില്ലേ? ഫാസ്റ്റ് അല്ലേ? അത് മതി. ക്ലബ് ഫെമിലെ സ്റ്റാർ ജാം. കൂടെയുള്ളത് രേണു എന്റെ കൂടെയുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്.